അപ്പോൾ എന്തായാലും ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടുകൂടി ശക്തമായ പ്രചാരണത്തിലേക്കൊക്കെ കടക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് നിലമ്പൂരിലേക്ക് എത്തുകയാണ്. 10:30 റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സ്വരാജിന് പ്രവർത്തകർ സ്വീകരണം നൽകും. തുടർന്ന് മണ്ഡലത്തിൽ റോഡ് ഷോയും നടത്തും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 11 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF നേതാക്കളെല്ലാം നിലമ്പൂരിലുണ്ട്. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂരിൽ കളം നിറയാൻ M സ്വരാജ് എത്തുകയാണ്. പ്രവർത്തകരെല്ലാം സ്വാഭാവികമായും വലിയ ആവേശത്തിലായിരിക്കും. ആവേശോജ്വലമായ ഒരു സ്വീകരണം ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം കരുത്ത് തെളിയിക്കുന്ന ഒരു റോഡ് ഷോയും ഇന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാഹളം ഉയർന്നപ്പോൾ അല്ലെങ്കിൽ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ മുതൽ മണ്ഡലത്തിൽ സജീവമായ ഒരാളായിരുന്നു M സ്വരാജ്. അദ്ദേഹത്തിന് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് പ്രാദേശിക തലത്തിൽ യോഗം ചേരുന്നു, ജില്ലാ തലത്തിൽ യോഗം ചേരുന്നു, മറ്റ് ഏകോപന പരിപാടികളൊക്കെ കൈകാര്യം ചെയ്തത് M സ്വരാജ് ആയിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തുണ്ട്. അതിനുവേണ്ടിയാണ് സ്വരാജ് മിനിയാന്ന് നിലമ്പൂരിൽ നിന്നും തിരികെ തിരുവനന്തപുരത്തിന് വണ്ടി കയറിയത്. അതിനുശേഷം ഇന്ന് ട്രെയിനിൽ തിരിച്ചെത്തുമ്പോൾ ആവേശകരമായ ഒരു സ്വീകരണം ഒരുക്കാനാണ് പ്രവർത്തകർ കാത്തിരിക്കുന്നത്. ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ നിമിഷം തന്നെ വലിയ പ്രകടനങ്ങൾ ജില്ലയുടെ ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നു. SFIയുടെയും DYFIയുടെയും CPMന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവരുടെ പ്രകടനം നടന്നു. എന്തായാലും അണികൾക്ക് ഏറെ ആഹ്ലാദം പകരുന്നത് പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ്. ഒപ്പം M സ്വരാജ് നിലമ്പൂർകാർക്ക് ഏറെ പരിചിതനായ, അല്ലെങ്കിൽ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും രാഷ്ട്രീയത്തിൽ പിച്ചവെച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച, അതായത് ഒരു സ്കൂൾ ലീഡറായി SFI പ്രവർത്തനം തുടങ്ങി ചുങ്കത്തറ കോളേജിൽ പിന്നീട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് അവിടെ നിന്നും സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച SFI നേതാക്കളിൽ ഒരാളായി വളർന്ന ആളാണ് M സ്വരാജ്. പിന്നീട് DYFI ഘട്ടത്തിലേക്ക് പോയപ്പോഴും പിന്നീട് പാർട്ടി പ്രവർത്തനത്തിൽ CPMന്റെ നേതാവായി മാറിയപ്പോഴുമൊക്കെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി നിലനിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരുപക്ഷെ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും CPMനെ മത്സരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയുന്ന ആളാണ് സ്വരാജ്. എന്തായാലും ആ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി മാറ്റിയതിന്റെ ഒരു ആഹ്ലാദം, അതിന്റെ ഒരു ആവേശം എല്ലാ ഇടത് പ്രവർത്തകർക്കും ഇടത് ക്യാമ്പിനുണ്ട്. നേരത്തെയൊക്കെ ഈ പല പൊതുസ്വതന്ത്രരായ ആളുകളെ, പൊതുസമ്മതരായ ആളുകളെയൊക്കെ തിരയുന്നു എന്ന് പറയുമ്പോഴും ഈ LDF സ്ഥാനാർത്ഥിയായി അവരൊക്കെ വരുമോ എന്ന ചെറിയ ആശങ്കയും ചില പ്രവർത്തകരെങ്കിലും പങ്കുവച്ചു. എന്നാൽ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് M സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി CPM പ്രഖ്യാപിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് മണ്ഡലം നീങ്ങുന്നുവെന്ന് UDF നേതാക്കൾ പോലും സമ്മതിക്കുന്ന ഒരു സാഹചര്യം. മത്സരമില്ലാതെ ജയിക്കാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ എതിരാളിയില്ലാത്ത പോരാട്ടമാകുമെന്ന് തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് UDF നേതാക്കൾ തന്നെ വ്യക്തമാക്കുമ്പോൾ ആ മത്സരത്തിന്റെ കടുപ്പം നമുക്ക് വ്യക്തമാക്കും. ഇന്നിപ്പോൾ PV അൻവർ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ സ്ഥാനാർത്ഥി സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നതുകൂടി അറിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവും. ഈ പോരാട്ടത്തിന്റെ കാഠിന്യം എത്രമേൽ ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിക്കും എന്നതിനെ പറ്റി കൃത്യമായ ഒരു വിവരങ്ങളും ലഭിക്കും. എന്തായാലും M സ്വരാജിന്റെ വരവ് ആവേശപൂർവ്വമാക്കാൻ തന്നെയാണ് പ്രവർത്തകർ ഒരുങ്ങുന്നത്. ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊക്കെ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഈ ഒരു ആഹ്വാനം പോലും ഇല്ലാതെ ആളുകൾ ഒന്നിച്ചുകൂടി സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ച് പോകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു എന്നാണ് LDF നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നത്തെ അദ്ദേഹത്തിന്റെ വരവ് അക്ഷരാർത്ഥത്തിൽ ഒരു രണ്ടാം വരവായി, മണ്ഡലത്തിലേക്കുള്ള വരവായി കണക്കാക്കും. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി വരുന്നു, ഇനി MLA ആയ തിരുവനന്തപുരത്തേക്ക് വിടൂ എന്നൊരു ദൃഢനിശ്ചയത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. എന്തായാലും ആ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലെ ഏറ്റവും ആവേശകരമായ കാഴ്ചയായി മാറുന്നത്. മറുവശത്ത് ഒരു ലാപ്പ് മുന്നിലായ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഒരു ആവേശം UDF ക്യാമ്പിനുണ്ടായിരുന്നു. ഇന്നലെ വരെ ചിത്രത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. മറുവശത്ത് സ്ഥാനാർത്ഥിയെ തെരഞ്ഞുള്ള CPMന്റെ യാത്രകളായിരുന്നെങ്കിൽ ആ യാത്രകൾ നടക്കുമ്പോൾ മറുവശത്ത് വോട്ട് തേടിയുള്ള യാത്രയിലായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്തേക്കും പുതുപ്പള്ളിയിലേക്കും ഒക്കെ പോയ ശേഷം ഇന്ന് മണ്ഡലത്തിൽ മടങ്ങിയെത്തുന്നു. ഇന്ന് 11 മണിക്ക് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അദ്ദേഹം രാവിലെ നിലമ്പൂരിൽ നിന്നും ചന്തക്കുന്നിലേക്ക് ഒരു റോഡ് ഷോ ഉണ്ട്. അതിലും ആവേശകരമായ രീതിയിൽ UDF പ്രവർത്തകർ പങ്കെടുക്കും. ഈ സ്വരാജ് കൂടി മത്സരരംഗത്ത് എത്തിയതോടെ UDF പ്രവർത്തകർക്കും കൂടുതൽ ആവേശമുണ്ടായിട്ടുണ്ട്. കാരണം കൂടുതൽ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് വർഷങ്ങളോളം കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ 9 വർഷമായി നഷ്ടപ്പെട്ടിരിക്കുന്ന
അവസ്ഥയാണ്. വലിയ സ്വാധീനം UDF-നുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പര്യാപ്തമായ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അവർ നീങ്ങും. അതിന്റെ ആവേശം ഇന്ന് ഈ നിലമ്പൂരിൽ നിന്നും ചന്തക്കുന്നിലേക്ക് നടക്കുന്ന റോഡ് ഷോയിൽ ഉണ്ടാവും. UDF-ന്റെ പ്രധാന നേതാക്കളെല്ലാം ഇന്ന് സ്ഥലത്തെത്തുന്നുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാവും ഉപഭരണാധികാരിയായ നിലമ്പൂർ തഹസീൽദാർ MP സിന്ധുവിന്റെ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ പത്രികയും സമർപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങളിലേക്ക് അദ്ദേഹം നീങ്ങും. ഇനി ബൂത്ത് കൺവെൻഷനുകൾ പലയിടങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രാദേശിക തലത്തിൽ കുടുംബയോഗങ്ങളിലും മറ്റുമാണ് കോൺഗ്രസ് കേന്ദ്രീകരിക്കുന്നത്. നേരത്തെയൊക്കെ ഈ കാടിളക്കിയുള്ള പ്രചാരണം, അതായത് ഒരു നേതാവിന് ചുറ്റും വലം വെച്ച് അണികൾ വരിക, അവരേതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കുക, മടങ്ങുക എന്നിങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന ശൈലിയെങ്കിൽ ഇത്തവണ ബൂത്താന്തരം കയറി ഇറങ്ങി നേതാക്കൾ പ്രചരണം നടത്തും. എല്ലാ കുടുംബയോഗങ്ങളിലും നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കും. എല്ലാ ബൂത്തുകളിലും കൃത്യമായി യോഗങ്ങൾ നടന്നു എന്ന് ഉറപ്പുവരുത്തും. ഒപ്പം താഴെത്തട്ടിൽ വീടുകളിൽ കയറി അഭ്യർത്ഥന നൽകുക, അവരോട് ഇരുന്ന് സംവദിക്കുക. അങ്ങനെ സമഗ്രമായ ഒരു പ്രചാരണ പരിപാടിക്കാണ് UDF-ഉം രൂപം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇരുപക്ഷവും തമ്മിലുള്ള വളരെ വാശിയേറിയ ആവേശകരമായ ഒരു പോരാട്ടത്തിലാണ് ഇനി വരും ദിവസങ്ങളിൽ നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക. തീർച്ചയായും അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിൽ ആവേശം ഇങ്ങനെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം അവിടെ കളം നിറയുന്നു, സജീവമാകുന്നു, സജീവമായ പ്രചാരണത്തിലേക്കൊക്കെ കടക്കുന്നു. ഇന്നെന്തായാലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. M സ്വരാജ് അവിടെ മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തുന്നു, പ്രചാരണത്തിൽ സജീവമാകാൻ പോവുകയാണ്. ഇന്നു മുതൽ വളരെ ആവേശോജ്വലമായ ഒരു സ്വീകരണം നൽകാൻ പ്രവർത്തകരും അവിടെ സജ്ജമായിരിക്കുന്നു. അൻവർ